ഹലോ ഗായ്സ്, ഞാൻ യോണെല്ലാവർക്കും മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ക്യൂഫെസപ്പിലോട്ട് തന്നെയാണ് ഫോക്കസ് ചെയ്യണത്. ഓഫ് ക്യാമറയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. എൻ്റെ ആർമർ ഞാൻ അഴിച്ചു വെച്ചിരുന്നതാണ്. പിന്നെ കുറച്ച് പീസുകളൊക്കെ പോയി, അത് ഞാൻ പക്ഷേ റിക്കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ബാക്കിൽ കുറേ ബാനറൊക്കെ കാണാം. ഞാൻ റെയ്ഡിന് പോയിരുന്നല്ല, അതെനിക്ക് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് വെറുതെ ഇരുന്ന് ഇപ്പോൾ കിട്ടിയതാണ്. നമുക്കെന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഷുഗർ കെയിൻ ഫാം, ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ഓൾറെഡി ഞാനൊരു ഓട്ടോമാറ്റിക് ബാംബു ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിന്ന് ഒരു ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ഫാം ഇപ്പോഴത്തെ സ്പേസിൽ ഞാൻ കൊടുത്തേണ്ടത് ഉണ്ടാക്കണം. അതിൻ്റെ ഞാൻ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഒരു ഫാമൊക്കെ ഉണ്ടാക്കി നമുക്ക് എന്തായാലും പണി തുടങ്ങാം, ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഇവിടെ സ്റ്റോറേജൊക്കെ ഞാൻ ഉണ്ടാക്കിയായിരുന്നു. ഫസ്റ്റ് നമുക്ക് ഇതിനുള്ള പിസ്റ്റൺ ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് പിസ്റ്റൺ ഫസ്റ്റ് ഒരു പിസ്റ്റൺ മതിയാവും. ആ ഒരു പിസ്റ്റൺ കൊണ്ട് അവിടെ എല്ലാവർക്കും സ്ഥലം മാറിപ്പോയി. ഒന്നും പിക്കാക്സ് എടുത്ത് പൊട്ടിച്ചിട്ട് ഒരു ബ്ലോക്ക് എക്സ്ട്രാ പൊട്ടിയപ്പോൾ നമുക്ക് പിസ്റ്റൺ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ആണ് വെക്കേണ്ടത്. ഇപ്പോൾ ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചാൽ അവിടെയല്ല, ഇവിടെ വെച്ചാൽ പിസ്റ്റൺ വർക്കാവണം, ശരിക്കും വർക്കാവുള്ള. നമുക്ക് പുറകിൽ ഒരു ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇവിടെയും ഒരു ബ്ലോക്ക് പൊട്ടിച്ച് ഇവിടെ ഒരു എക്സ്ട്രാ സോളിഡ് ബ്ലോക്ക് വെച്ചിട്ട് ഒരു റെഡ്സ്റ്റോൺ ഡസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ പിന്നെ ഈ ബ്ലോക്ക് വയ്ക്കുമ്പോഴോ ഇത് ആക്റ്റീവ് ആകും, പൊട്ടിച്ചാലും വെച്ചാലും. കണ്ട അപ്പോൾ വർക്കായി. നമുക്ക് അടിയിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാം. അത്ര തന്നെ. നമുക്ക് ഈ ഫാം അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താലോ? എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇത് കണ്ട, നമുക്ക് ഈ ഫാം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് പൊളിക്കാം. ഇവിടെ ഇതും പൊളിയാത്തത്. പൊളിച്ചിട്ടുണ്ട്. അത് ഗെയിം ലാഗ് ഇഷ്യൂ ആയിരുന്നു. ഗെയിമും ലാഗുണ്ട്, സെർവറും ലാഗുണ്ട്. സെർവറിന് മെയിൻ്റെനൻസ് കേട്ടോ. നമുക്കിവിടെ 4 പിസ്റ്റൺ കൺട്രോട്ടറിൽ വേണം. നമുക്ക് ഈ ബ്ലോക്കൊക്കെ പൊട്ടിച്ചറിയാം. ഈ ബ്ലോക്ക് പൊട്ടിക്കണം, ആ ബ്ലോക്ക് പൊട്ടിക്കണം. ദെൻ നമുക്ക് ഇവിടെ 4 ബ്ലോക്ക് വയ്ക്കണം. ഇവിടെ ഇതൊരു പ്ലാങ്ക് എന്തെങ്കിലും ബ്ലോക്ക്. ദെൻ ഈ മുകളിലത്തെ 2 ബ്ലോക്ക് പൊട്ടിച്ച് കളയണം. ദെൻ നമുക്ക് ഇവിടെ റെഡ്സ്റ്റോൺ ഡസ്റ്റ് വയ്ക്കണം. നമുക്കിവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറുന്നിട്ട് ഇവിടെ വരണം. ദെൻ ഇവിടെ വരണം. പിന്നെ ഈ 2 ബ്ലോക്കിലും ഓരോന്ന് വീതം. നമ്മുടെ റെഡ് സ്റ്റോണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ പവർ ആവണ്ടോ നോക്കാം. പവർ ആവുന്നത് കണ്ടില്ല. പൊട്ടിക്കുമ്പോൾ പവർ ആവുന്നുണ്ട്, ബട്ട് അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. മീൻസ് വെക്കുമ്പോൾ അധികം നേരം പവറായി നിൽക്കില്ല. പൊട്ടിക്കുമ്പോൾ പവർ ആവുന്നുണ്ട്. അത് ചിലപ്പോൾ ഇഷ്ടം വെച്ചാൽ ശരിയാവായിരിക്കും. നമുക്ക് നോക്കാം. പവർ ആവണ്ടില്ല എന്തായാലും, അത് മതി. നമുക്ക് ശരിക്കും ബ്ലോക്ക് വയ്ക്കുമ്പോഴാണ് പവർ ആവേണ്ടത്. നമുക്ക് ഇനി അവിടെ എന്തെങ്കിലും നടണം. മീൻസ് ഇവിടെ ഈ സാധനം അയക്കും മുമ്പ് നമുക്ക് ബക്കറ്റ് ഒരെണ്ണം ക്രാഫ്റ്റ് ചെയ്യണം. അതൊക്കെ മുമ്പ് പിസ്റ്റണും ക്രാഫ്റ്റ് ചെയ്യണം. പിസ്റ്റൻ്റെ കാര്യം ഞാൻ മറന്നു. ഇവിടെ 1 2 3 4 പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് ഇവിടെ മുകളിൽ ഇത് വെച്ച് വർക്ക് ആവുന്നുണ്ട് എല്ലാം. എല്ലാം സെറ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്കിതെല്ലാം കവർ ചെയ്യാം. ബ്ലോക്ക് അതവിടെ ചിലപ്പോൾ റെഡ് സ്റ്റോൺ ഡസ്റ്റ് ഇരിക്കുന്നതുകൊണ്ടായിരിക്കും. നോക്കാം നമുക്ക്. റെഡ് സ്റ്റോൺ ഡസ്റ്റ് ഇരിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ വേറെ 2 എക്സ്ട്രാ ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വയ്ക്കുക. മുകളിൽ ഇവിടെ 2 സ്ഥലത്തും വയ്ക്കുക. ദെൻ ഇവിടെ കവർ ചെയ്യാതെ അവിടെയും കവർ ചെയ്തിട്ട് ഇത് ഫുൾ നമുക്ക് കവർ ചെയ്യാം. ബ്ലോക്ക് കയറുന്നു. ബ്ലോക്ക് ഞാൻ ഒന്നും കൂടി എടുക്കട്ടെ. കോബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. കോബിൾ സ്റ്റോൺ പക്ഷേ അത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല, ബട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ വേറെ ബ്ലോക്കില്ല. നമ്മൾ ഇവിടെ ഇതും മുകളിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ ഉള്ള ബ്ലോക്കൊക്കെ പൊട്ടിച്ചളയാം. അത് നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. നമുക്കിനി താഴെ കുറച്ച് ബ്ലോക്ക് വയ്ക്കണം.
അതിപ്പോൾ തന്നെ അങ്ങോട്ട് വെച്ചേക്കാം. പിന്നെ അപ്പോഴത്തേക്ക് നീറ്റ് വയ്ക്കേണ്ട ആവശ്യമില്ല. സോ താഴെ ഇവിടെ ഒരു 4 ബ്ലോക്കും കൂടി അങ്ങോട്ട് വെച്ച് കൊടുത്താൽ സോ നമ്മുടെ ഫാമിൻ്റെ പണി ഏകദേശം വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റോറേജും സെറ്റ് ചെയ്യണം, പിന്നെ സാധനം നടണം, അത്രയും കൂടി ഉള്ളൂ. ദെൻ ഈ ബ്ലോക്ക് അങ്ങോട്ട് പൊട്ടിച്ച് കളയാം. ഓക്കെ, ദെൻ ഇതും ഈ 2 ബ്ലോക്കും പൊട്ടിച്ച് കളഞ്ഞാൽ അത് സെറ്റാകും. സോ നമുക്കിനി ഇവിടെ വെള്ളം ഒഴിക്കണം. സോ അതിലേക്ക് മുമ്പ് നോക്കൊന്ന് ഞാൻ പൊട്ടിക്കട്ടെ. ഓക്കെ, സോ നമുക്കിനി ഈ ബക്കറ്റ് വെള്ളം അവിടെ പ്ലേസ് ചെയ്ത് ഓക്കെ, ഈ ബക്കറ്റ് വെള്ളം ഇവിടെ ഒഴിച്ചാൽ എല്ലാം കൂടി ഇവിടെ വന്ന് എൻഡാകും. സോ നമുക്ക് ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ചാൽ കൃത്യം വന്ന് എൻഡാകും. സാധാരണ 8 ബ്ലോക്കാണ്, 8 ബ്ലോക്ക് ഇല്ല. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് 8 ബ്ലോക്കാണെന്ന് നോക്കേണ്ടതാണോ അതെനിക്കറിയില്ല. അതെന്തെങ്കിലും ആവട്ടെ. സോ നമുക്ക് ഇനി ഇവിടെ ഇതൊന്ന് നോക്കാം, ഇവിടെ ഷോപ്പിനൊക്കെ നോക്കാം. സോ ഇവിടെ ഇവിടെ ചാടേണ്ട ആവശ്യമില്ല, ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടാം ഇവിടെയും, പിന്നെ അറ്റത്ത് പറഞ്ഞു. സോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇനി ഇത് വർക്കാവുന്നതാണ്. അതിന് നമുക്ക് ഇവിടെ എക്സ്ട്രാ വെക്കണം, അതിനുള്ളത് എൻ്റെ ഇല്ല. സോ നമുക്കത് എടുക്കാം. സോ ഇവിടെ ഒന്നും കൂടി വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ എല്ലാം വർക്കാവുന്നുണ്ട്, ഇവിടെ കൃത്യം എല്ലാം വന്ന് നിൽക്കുന്നുണ്ട്. സോ നമുക്കിനി ഒരു ഹോപ്പറും സ്റ്റോറേജും കൂടി ഒന്ന് സെറ്റ് ചെയ്യണം. സോ ഞാനിവിടെ ഒരു ബ്ലോക്ക് താഴ്ത്തി കുഴിക്കണം. ദെൻ ഈ 2 ബ്ലോക്ക് സൈഡിലെ 2 ബ്ലോക്കും നമുക്ക് കുഴിക്കണം. ഈ ഒരു ബ്ലോക്കും പിന്നെ ഈ ഒരു ബ്ലോക്കും, ദെൻ താഴെ ഈ ഒരു ബ്ലോക്കും, ദെൻ സൈഡിലെ ബ്ലോക്കും വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ചെസ്റ്റ് വെച്ചിട്ട് ഒരു ഹോപ്പറും കൂടി സെറ്റ് ചെയ്താൽ അവിടെ ഇല്ലല്ലോ ഹോപ്പർ ഇരിക്കണ്ടേ, ഒരു ബ്ലോക്കും കൂടി താഴ്ത്തി വെക്കണം ഹോപ്പർ ആക്ച്വലി. ഓക്കെ, ഹോപ്പർ നമുക്കിനി വെക്കുന്നതിന് മുമ്പ് ചെസ്റ്റും കൂടി താത്തണം. പുറത്തേരം കാട്ടുള്ളൂ എന്ന് പിക്കാക്സും വെച്ച് പൊട്ടിക്കണം, ജസ്റ്റ് ആക്സ് ഉണ്ടായിട്ടും. ഓക്കെ, സോ നമുക്കിനി താഴത്തെ ഈ ബ്ലോക്കും കൂടി അങ്ങോട്ട് പൊട്ടിച്ച് കളയാം. ഈ ബ്ലോക്കും അപ്പോഴും ആക്സ് വെച്ചിട്ട് സ്റ്റോൺ പൊട്ടിക്കണം, സ്റ്റോണുള്ള ഡയറേറ്റ്. ഓക്കെ, ചെസ്റ്റ് 2 വെക്കാതെ ഇവിടെ ഒരു ഹോപ്പർ വയ്ക്കുക. പക്ഷേ ഇവിടെ ഇപ്പോൾ ചെസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ, ഡബിൾ ചെസ്റ്റ് ആയിട്ടുണ്ടാവില്ല, ലാർജ് ചെസ്റ്റ്. സോ നമുക്കതൊന്ന് പൊട്ടിച്ചിട്ട് അതിന് ചെസ്റ്റ് എടുത്ത് ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെ വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇനി മുകളിൽ ചാടി കയറിയിട്ടൊന്ന് ക്രൗച്ച് ചെയ്ത് നിന്നിട്ട് നമുക്ക് ഇവിടെ ഹോപ്പറും കൂടി വെച്ചാൽ ഫാമിൻ്റെ പണി തീർന്നുണ്ട്. നമുക്കിനി ഇത്ര തന്നെയാണ് ഫാമിൻ്റെ പണി. സോ നമുക്കിതൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം, അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലോട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്ന് ചെയ്തോളാം. ഓക്കെ, സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. നമുക്കിനി ഒരു അടുത്ത എപ്പിസോഡിൽ കാണാം. ജസ്റ്റ് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറിനും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ ഉപകാരമായിരിക്കും. ബൈ.